ഹലോ ഹായ്, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ജീവിത വിജയത്തുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള സംഗതികളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു സാധനമുണ്ട്. ആ ഒരു സാധനം കൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, മൈൻഡ് സെറ്റിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കളയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും 100% നമുക്ക് വിജയം ഉറപ്പിക്കാൻ പറ്റും. അത് എന്താണ് എന്നുള്ളത് വഴി പറഞ്ഞുതരാം. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിലല്ല, 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോ ആണ്, അതിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു PSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ എന്തിനെങ്കിലും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു തോന്നലാണ്, ഞാനത് ചെയ്താൽ അവനക്ക് എന്തേലും തോന്നും, അല്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക, ഈ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് എന്ന് നമ്മൾ എടുത്ത് പുറത്ത് കളയുന്നോ അന്ന് മുതലാണ് നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അടിസ്ഥാനകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു പ്രയോജനമുണ്ട്, ആ കൂട്ടത്തിൽ ഇത് കാണുന്ന ഓഡിയൻസിന് ചെറിയൊരു ബെനിഫിറ്റും കിട്ടും. അറിയാലോ, അപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ പാഷനും നമ്മുടെ ആഗ്രഹവും നമുക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. അല്ലാതെ നാട്ടുകാരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ നാട്ടുകാരുടെ താല്പര്യത്തിനോ വേണ്ടിയിട്ട് നമുക്കൊന്നും ഈ ലോകത്ത് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ എന്ത് തന്നെ തുടങ്ങാൻ, അല്ലെങ്കിൽ എന്ത് തന്നെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടേതായ രീതിയിൽ നമ്മളത് അപ്ലൈ ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിത് ചെയ്താൽ ശരിയാകുമോ, ഇനി ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കെടൂലേ, അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്ക് വേണ്ട. കാരണം അവൻ ചെയ്യാൻ ശ്രമിക്കാത്തൊരു സാധനം നമ്മൾ ചെയ്തു, വിജയിപ്പിച്ചു, പോട്ടെ പരാജയപ്പെട്ടു, പക്ഷേ അവനക്ക് അല്ലെങ്കിൽ അവൾക്ക് അത് ചെയ്യാൻ സാധിക്കാത്തത് ഞാൻ ചെയ്തു, അത് പരാജയപ്പെട്ടു, ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. അതിൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും നമുക്കൊരു പ്രശ്നമല്ല. കാരണം അവരാരും ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നീ ഒരു വലിയൊരു ബിസിനസ് തുടങ്ങി, നിന്റെ നാട്ടിൽ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ്, എന്തിൻ്റെ ആവട്ടെ, ക്ലോത്ത് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നീ നിന്റെ നാട്ടിൽ തുടങ്ങി, ഏകദേശം 10-20 ആളുകൾക്ക് നീ ജോലി കൊടുത്തു. പക്ഷേ അത് വിചാരിച്ചതുപോലെ ആ ബിസിനസ്, ആ മാനുഫാക്ചറിങ് യൂണിറ്റ് നിനക്ക് സക്സസ് ആയി കൊണ്ടുപോകാൻ സാധിച്ചില്ല. ചില സാങ്കേതികത്വം കാരണം, നിന്റെ മിസ്റ്റേക്ക് അല്ല, ചില സാങ്കേതികത്വം കാരണം നിനക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അവിടെ നിനക്കത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ആ ഷട്ട് ഡൗൺ ചെയ്ത്, അത് നിന്റെ തീരുമാനമാണ്, തുടങ്ങിയതും നിന്റെ തീരുമാനമാണ്, ഷട്ട് ഡൗൺ ചെയ്ത്. അപ്പോൾ പറഞ്ഞു വന്നത്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളെടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡ്രീം സക്സസ് ആക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും അതർ പാർട്ട് അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമില്ലാത്ത സംഗതികൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, ഏത് പ്രവർത്തിച്ചാൽ പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ വിദേശത്ത് എന്ത് പ്രവൃത്തി ആയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ അത് നമ്മുടെ ഡിസിഷൻ ആയിരിക്കണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും ബോധേഡാവണ്ട, അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. ആ ഒരു ചിന്താഗതി നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മളെടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും
നമുക്ക് ജീവിത വിജയം 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.